അമ്മയുടെ പ്രായത്തിൽ അത്രയും റെലവെൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഇന്നത്തെ ജനതയ്ക്ക് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇന്നത്തെ ജനതയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം അമ്മ അതിൽ മിടിക്കുകയാണ്. ഞങ്ങളുടെ ചാനലിൽ തന്നെ വന്ന പ്രോഗ്രാമിൽ വന്നൊരു വേറൊരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മയുടെ ആൻസർ പറഞ്ഞു, ഇത് കേട്ടിട്ട് മരുമക്കളുടെ റെസ്പോൺസ് നമ്മൾ ഇതിൻ്റെ ഒരു റിയാക്ഷൻ ആക്ച്വലി വേറെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ട്രോളാണ് കേട്ടോ, ഞങ്ങൾ ചാനലുകാർക്കുള്ള ട്രോൾ. കുറച്ച് ഫ്രഷ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ. മല്ലികാന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമോൾ സുപ്രിയാണോ പൂർണിമയാണോ? ഇന്ദ്രജിത്താണോ പൃഥ്വിരാജാണോ മല്ലികാന്റിക്ക് ഏറ്റവും ഇഷ്ടം? അടുത്തത് റാപ്പിഡ് ഫയർ ആണ്. 3 ആളുടെ പേര് പറയാം, അതിൽ ഒരാളുടെ പേര് മല്ലികാന്റി പറഞ്ഞേ പറ്റുള്ളൂ. മല്ലികാന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരക്കുട്ടികൾ ഇവരിൽ ആരാണ്? അലങ്കൃത, പ്രാർത്ഥന, നക്ഷത്ര. ഇഷ്ടമില്ലാത്തത് പറയാട്ടാ. ഏറ്റവും സെൽഫിഷായ മരുമോൾ സുപ്രിയാണോ പൂർണിമയാണോ? ഇത് നിങ്ങൾക്കെതിരെയുള്ള ട്രോളാണ്. മല്ലികാന്റി പോലെ ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇന്ദ്രനാണോ പൃഥ്വിയാണോ? നല്ല മക്കൾ ഇവരാരാണ്? ഇതിന്റെ വേറെ സംഭവം ഒറിജിനൽ സാധനം ഞങ്ങളുടെ ചാനലില് മല്ലികാമ്മയുടെ ഷോ വന്നപ്പം വന്ന ക്വസ്റ്റ്യൻ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വന്നതാണ്. ചെറുതായിട്ടെങ്കിലും ഒരു അമ്മായിയമ്മ മരുമകൾ പോരുണ്ടെങ്കിൽ ആ പോരെടുക്കുന്ന ആരെടുത്തായിരിക്കും? സുപ്രിയ. എനിക്കത് ഇഷ്ടമേ അല്ല. ഞാൻ എന്നെ കിട്ടത്തില്ല പോരിന്. ഞാൻ ഇവരുടെ താമസിക്കത്തില്ലല്ലോ. പിന്നെ പോരെടുക്കാൻ പിന്നെ എങ്ങനെ പോരെടുക്കുന്നത്? ഞാൻ നിൽക്കത്തില്ല. ഞാൻ വേറെ അത് പറയാൻ മക്കൾക്ക് വലിയ പരാതിയാ കൂടെ ശ്രദ്ധിക്കാതെ. ഞാൻ അതല്ല, അതുകൊണ്ടാണ് ഈ സ്നേഹം. നമ്മൾ കൂടെ കിടന്ന് വരവേ തീർന്ന കാര്യം അതോടുകൂടി തീർന്നു. അല്ല, എന്നാൽ ഒരു ഇച്ചിരി മല്ലികാന്റിക്ക് ഒന്ന് ഇവളെ ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് ഇവരിൽ ആരെയാണ്? നിങ്ങൾക്കിത് എന്താണ്, എന്തറിഞ്ഞാലാണ് നിങ്ങൾക്ക് സന്തോഷാവുക? എനിക്കതറിയാം. ഏത് ഉത്തരം കിട്ടിയാലാണ് നിങ്ങൾക്ക് സന്തോഷാവുക? എന്താ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഇത് കേൾക്കുമ്പോ എന്താ തോന്നുന്നു ശരിക്കും? ഇല്ല, എനിക്ക് അങ്ങോട്ടാ ചോദിക്കാനല്ലോ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതനുസരിച്ച് ഉത്തരം തരാലോ എന്ന് വെച്ചിട്ടാണ് ചോദിക്കണം കേട്ടോ. എന്ത് കേട്ടാലാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം? സത്യം പറയല്ലോ, എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ആളല്ല, സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ. ഈ ഇന്റർവ്യൂസ് ഞാനിപ്പോ സിനിമ കുറെ ഇന്റർവ്യൂസ് ചെയ്യണ്ടല്ലോ. ഇത് ഒരു മാറ്റമാണ് ആക്ച്വലി, സമയത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. ഇങ്ങനെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഇറലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ പറയും. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലേക്ക് ആങ്കർ ചോദിക്കുന്നതിനെ പറ്റി ആ ഒരു ജോലിയിൽ ഇരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു പേഴ്സണൽ റൂളുണ്ട്. ഞാൻ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ അതിപ്പോ ഒരു ഇന്റർവ്യൂവർ എന്ന രീതിയിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നപ്പം കഥ ഇതുവരെ ചെയ്തപ്പോഴാണെങ്കിലും അത് കഥ ഇതുവരെയിലാണ് എൻ്റെ ലൈഫ് ചേഞ്ചിങ് ജേർണി ആയിരുന്നു കഥ ഇതുവരെ എന്ന് പറയുന്ന ആ സമയത്ത്. കാരണം ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള കുറേ മഹത്തായിട്ടുള്ള വ്യക്തികളും അവരുടെ ജീവിത പാഠങ്ങളിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങൾ കുറേയാണ്. കാരണം ഞാൻ അവരെ മുമ്പിൽ ഇരുത്തുന്നതിന് മുന്നേ കുറേ അവരെക്കുറിച്ച് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഒരു പ്രോപ്പർ ഹോംവർക്ക് ചെയ്ത് ഒരാഴ്ചയോളം അവരുമായി മാനസികമായി സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് അവരെ കൊണ്ടിരുത്തുന്നത്. ആ സമയത്ത് എനിക്ക് ആ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന സന്തോഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുന്ന കുറച്ച് നിമിഷങ്ങൾ മനസ്സിൽ കൊടുക്കണം എന്നത് മാത്രമേ ഞാൻ വിചാരിക്കാറുള്ളൂ. എൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് ഒരു സന്തോഷവും സമാധാനം ഉണ്ടാവണം. ഞാൻ എൻ്റെ ഏറ്റവും ട്രൂ സെൽഫായിരുന്നു അവിടെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മെമ്മറബിൾ മൊമെൻ്റ് ആയിരുന്നു ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് എന്ന ആ ഒരു ഹോസ്റ്റിന് ആ ഒരു ഗസ്റ്റിന് ഫീൽ ചെയ്യിപ്പിക്കാനുള്ള രീതിയിലുള്ള ഇൻ്റർവ്യൂസേ ഞാൻ പ്ലാൻ ചെയ്യാറുള്ളൂ. ഒരിക്കലും മുമ്പിലിരിക്കുന്ന വ്യക്തിയെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചോദിക്കരുത് എന്ന് തന്നെ എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള അതെൻ്റെ പേഴ്സണൽ സംഭവമാണ്. റൂൾ ബുക്കിൽ പ്രധാനമായി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം ഇൻ്റർവ്യൂസും ചെയ്യാത്തത്. കാരണം ആരെയും ഞാൻ കുറ്റം പറയുകയല്ല, കംഫർട്ട് ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളവർ ആൻസർ പറയും, ചിലവർക്ക് അത് അൺകംഫർട്ടബിൾ ആണ്, അവരത് പറയില്ല. പക്ഷെ ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് പറ്റില്ല. നിങ്ങൾക്കൊരു സർട്ടൻ കോളം ബുക്ക് ഉണ്ട്, അത് ടിക്ക് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. എനിക്ക് അങ്ങനെ ആരില്ല. ഞാൻ ചെയ്തിരുന്ന ഷോയിൽ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്വന്തമായി പറയാറുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല, ഞാൻ ഇന്ന രീതിയിലേ ചെയ്യുള്ളൂ. എനിക്കതേ പറ്റുള്ളൂ. കാരണം എനിക്കൊരാൾ അൺകംഫർട്ടബിൾ ആക്കാൻ പറ്റില്ല.
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതെനിക്ക് വേണ്ടത്. എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണല്ലോ മികച്ച അവതാരക എന്ന് ഇപ്പോഴും പേര്. അങ്ങനെയല്ല, ഐ മീൻ എല്ലാവരും അവരുടെ ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കണമെന്നേ ഉള്ളൂ. ഐ മീൻ അതൊന്നും ഞാൻ എനിക്കറിയാം വളരെ അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്തത്. പക്ഷെ എന്നാലും നമ്മളൊരു എനിക്കില്ല. കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു- ഞാൻ ഡോണ്ട് വറി, ഡോണ്ട് സ്ട്രെസ്. ഇതിനെ കുറിച്ചൊന്നും ആലോചിച്ച് ഒരു ടെൻഷനും അടിക്കണ്ട. കാലത്തിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ നമ്മളിലും യാ, കൊണ്ടുവരുന്നതാണ് അതൊന്നും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണുന്ന എത്രയോ പ്രേക്ഷകരുണ്ട്, അതിൻ്റെ ഇടയിൽ കമന്റ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഞങ്ങൾ തമ്മിൽ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല, മനസ്സിലായില്ലേ? പിന്നെ അമ്മയ്ക്കും അത് കാരണം പ്രശ്നമില്ല, ഞങ്ങളുടെ വീട്ടിലും ഇത് കാരണം ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇനി നേരത്തെ പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ഒരു വിഷയം പിന്നീട് ചോദിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു ക്വസ്റ്റ്യൻ. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ ഇന്റലിജൻസ് കൊണ്ട് കീറി മുറിച്ച് അതിനെ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതായത് നമ്മൾ ഇന്റലിജൻസ് ആണോ എനിക്ക് അല്ലെങ്കിൽ ഒരു ക്ലെവർനെസ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ചിന്തിക്കാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് ആക്ച്വലി കാണാറുണ്ട് കേട്ടോ. നമ്മൾ പല സമയത്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഞാനൊരു ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് വായിൽ വന്ന് പറയാതെ അത് ആലോചിച്ച് പറയുന്ന ഉത്തരം ഉചിതമാണോ എന്ന് ആലോചിച്ച് തന്നെയാണ് പറയാറ്. അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹെവിനെസ് നമുക്കുണ്ടാവില്ല. എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ തന്നെ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ ദാറ്റ് യു ആർ. അതാണ് എൻ്റെ. പിന്നെ ആസ് ഐ ടോൾഡ് യു സൗമ്യ, നമ്മൾ ഓരോ ഏജിന് അനുസരിച്ച് മാറും. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ നേരത്തെ ചെയ്തിരുന്ന പ്രോഗ്രാംസിൻ്റെ എല്ലാം മീംസ് ഇപ്പോൾ ഇന്റർനെറ്റ് ഇപ്പോൾ പഴയ പ്രോഗ്രാംസ് എല്ലാം എടുത്തിടുന്നുണ്ടല്ലോ. നേരത്തെ ചെയ്തിരുന്ന ഇൻ്റർവ്യൂസിൻ്റെ ക്ലിപ്സ് എടുത്തിടുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന അന്നത്തെ പൂർണ്ണമായ നിശ്ചിതത്വം ഇന്നത്തെ ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്. സോ അത് ആ ഒരു ജീവിതയാത്രയിൽ വരുന്ന അനുഭവങ്ങളിലൂടെ വരുന്ന മാറ്റങ്ങളാണ്, അല്ലാതെ നമ്മൾ മനഃപൂർവ്വമായിട്ടിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. അത്രേ ഉള്ളൂ. നമ്മളൊരു 30s എത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തോട്ട് പ്രോസസ്സൊക്കെ വേറെ ലെവലിലാവും. നമ്മൾ ഭയങ്കര ഒരു വല്ലാത്ത സ്ട്രെസ്സിലേക്ക് എത്തും. മെൻ്റലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ. ആ ഒരു മാറ്റം പക്ഷേ താങ്കളിൽ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാലത്തിനനുസരിച്ച് വളരെ നല്ല ഫൈൻ ട്യൂൺഡ് ആയിട്ടാണ് പുറത്ത് വരുന്നത്. താങ്ക് യു സോ മച്ച്. അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണു? അങ്ങനെയല്ല, എനിക്ക് അതിന് എന്താ ഉത്തരം പറയണ്ടേന്ന് എനിക്ക് എന്നോട് താങ്ക് യു സോ മച്ച്. ട്രൈങ്, വർക്ക് ഇൻ പ്രോഗ്രസ്. എന്തായാലും ഒരുപാട് സിനിമകൾ ഇനി കാണാൻ പറ്റും. കാരണം കരിയറിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നൊരു സമയമാണ്. OTT വന്നു. കാലാപാനി വളരെ നല്ലൊരു വർക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിനിമകൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് പൂർണ്ണിമയെ ഞങ്ങൾക്ക് കാണണം, പല വേഷത്തിൽ, ആങ്കറായിട്ടും അഭിനേത്രിയായിട്ടും ആസ് എൻ ഓൺട്രപ്രണർ, ഡിസൈനർ, എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആയി ഇങ്ങനെ തന്നെ തിളങ്ങി നിൽക്കുക. താങ്ക് യു സൗമ്യ, ഭയങ്കര സന്തോഷമുണ്ട്. യു മേഡ് മീ സോ ഹാപ്പി. താങ്ക് യു.